മിഥുൻ വിജയകുമാർ, നാഗ്പൂരിൽ ഡോക്ടർ ഹെഡ്ഗേവാർ സ്മൃതി ഭവനിൽ വെച്ച് മോഹൻ ഭഗവത് പറഞ്ഞ വാചകം ഇതാണ്: സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അസത്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരിപ്പിക്കപ്പെട്ടു. വിജ്ഞാനം ഇങ്ങനെയാണോ ഉപയോഗിക്കേണ്ടത്? പ്രതിപക്ഷത്തെ ശത്രുപക്ഷത്ത് നിർത്തി അസത്യം പ്രചരിപ്പിക്കപ്പെടരുത് എന്ന് പറയുന്നത് RSS സൈദ്ധാന്തികൻ തന്നെയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ BJPയും പലതരത്തിൽ അസത്യപ്രചരണങ്ങൾ നടത്തി. നേരത്തെ ജയരാജ് പറയുന്നത് പോലെ പലതരത്തിലുള്ള വാട്സപ്പ് കമ്മ്യൂണിറ്റികൾ വഴി എക്കോ ചേമ്പറുകളെ സൃഷ്ടിച്ച് അസത്യപ്രചരണങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടത്തിയതും ഇപ്പോൾ ഇടതുപക്ഷം എന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്നവരുടെ ക്യാമ്പയിനുകളെ പോലും പർച്ചേസ് ചെയ്തിരിക്കുന്നതും നിങ്ങളാണെന്ന് ധ്വനി കൂടി നൽകുന്നുണ്ട് MV ജയരാജൻ. മിഥുൻ വിജയകുമാർ മറുപടി. നോക്കൂ അരുൺ, ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് വളരെ അൺറെഗുലേറ്റഡ് ആയിട്ടുള്ളൊരു സ്പേസാണ്. ഇവിടെ ആർക്ക് വേണ്ടി സംസാരിക്കും, ഏത് സ്പേസിലാണ് നമുക്ക് നമ്മുടെ എന്താ പറയുക പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി വ്യക്തമായിട്ട് പറയാൻ പറ്റുക, അങ്ങനെയുള്ളൊരു വ്യക്തമായൊരു ധാരണ ഇല്ലാത്തൊരു സോഷ്യൽ മീഡിയ സ്പേസിൽ ഇന്ന ആളുകൾ ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്നു, അവർ പർച്ചേസ് ചെയ്യപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു ഫാക്ച്വൽ എവിഡൻസ് എന്തെങ്കിലും പ്രസൻറ്റ് ചെയ്തുകൊണ്ടാണോ അദ്ദേഹം പറഞ്ഞത്? ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നതിൻ്റെ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ? അപ്പോൾ വെറുതെ തോറ്റ് കഴിഞ്ഞാൽ ഒരു സ്കേപ്പ് ഗോട്ടിംഗ് ടെക്നിക്ക് അത് എല്ലാ കാലത്തും CPIM പരീക്ഷിച്ചിട്ടുള്ളതാണ്, അതവരിപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത് എന്താ വെച്ചാൽ, ഈ ഒരു ചൊല്ലുണ്ടല്ലോ, യു കാൺട്ട് കീപ് ദ സ്നേക്സ് ഇൻ യുവർ ബാക്ക് യാർഡ് ആൻഡ് എക്സ്പെക്ട് ദം ടു ബൈറ്റ് യുവർ നൈബേഴ്സ് എന്നുള്ളത്. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഈ പോരാളി ഷാജിയും ഈ പറഞ്ഞ മറ്റുള്ള ഹാൻഡിൽസ് ഒക്കെ തന്നെ ഒരു കാലത്ത് CPIMന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുമ്പം ജയരാജനോ അല്ലെങ്കിൽ പാർട്ടിയിലെ ഏതെങ്കിലും നേതാവ് അവർക്കെതിരെ സംസാരിച്ചിട്ടില്ല. അന്ന് ഇത് ഞങ്ങളുടെ ഒഫീഷ്യൽ ഹാൻഡിൽസ് അല്ല, ഇവർ പറയുന്നത് ഇത് CPIMൻ്റെ മൗത്ത് പീസ് അല്ല എന്നൊരിക്കലും അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇലക്ഷനിൽ തോറ്റ് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഇലക്ഷനിൽ എന്താ പറയുക അവരുദ്ദേശിച്ച പോലുള്ള റിസൾട്ട് കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും ഒരു എന്താ പറയുക ഒരു സ്കേപ്പ് കോട്ടാക്കി ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ഇപ്പം ചെയ്തിരിക്കുന്നത്. കാരണം അതിനുള്ള റെസ്പോൺസിബിലിറ്റി ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു ശ്രമം നടത്തുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ ഹാൻഡിൽസ് ഒക്കെ തന്നെ എല്ലാ കാലത്തും CPIMന് വേണ്ടിയിട്ട് സംസാരിച്ചതാണ്, അതിലൊന്നും ആർക്കും ഒരു സംശയമില്ല. 2015 ഞാൻ അതിൻ്റെ ഡേറ്റ് ഓഫ് ക്രിയേഷൻ നോക്കിയായിരുന്നു. 2015 മുതൽ ഇത്രയും കാലം CPIMന് വേണ്ടി ക്യാമ്പയിൻ ചെയ്ത ഈ പേജുകളൊക്കെ മറ്റാരോ പർച്ചേസ് ചെയ്തെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇപ്പം ജയരാജൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനോട് തന്നെ യോജിച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, CPIMൻ്റെ ഐഡിയോളജി അത്രയും വീക്കാണ്, ആർക്ക് വേണമെങ്കിലും പണം കൊടുത്ത് സ്വാധീനിക്കാൻ പറ്റും. ഇത്രയും കാലം അവർക്ക് വേണ്ടി പ്രചരണം നടത്തിയ ആളുകളൊക്കെ ഒരു കുറച്ച് കാശ് കിട്ടുമ്പോഴേക്കും മാറുമെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വീക്കായിട്ടുള്ള ഐഡിയോളജിയാണ്, അത്ര പൊള്ളയായിട്ടുള്ള ഐഡിയോളജിയാണെന്നാണ് ജയരാജൻ തന്നെ പറയാതെ പറയുന്നത്. പിന്നെ സോഷ്യൽ മീഡിയ പോട്ടെ, ഇവിടെ ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള ദേശാഭിമാനി. അപ്പോൾ ഈ കോണ്ടന്റ് ഒക്കെ തന്നെ കൺസ്യൂം ചെയ്യുന്ന ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉണ്ട്, റീഡർഷിപ്പ് ഉണ്ടെന്നൊക്കെയാണല്ലോ അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ ഇത്രയും CPIM അനുകൂലമായിട്ടുള്ള കോണ്ടന്റ് കൺസ്യൂം ചെയ്യുന്ന ആളുകൾക്ക് പോലും ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇവരെ വിജയിപ്പിക്കാനോ തോന്നിയില്ല. ഈ സോഷ്യൽ മീഡിയയിലൂടെ മാത്രമാണ് അവരുടെ ഈ ഐഡിയോളജി കൺസ്യൂം ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ കാര്യങ്ങൾ കൺസ്യൂം ചെയ്യുന്നത്. കേരളത്തിലെയും ഇന്ത്യയിലെയും വലതുപക്ഷ രാഷ്ട്രീയം വളരെ ഫലപ്രദമായി സോഷ്യൽ മീഡിയ മാനിപ്പുലേഷൻ നടത്തുന്നുണ്ടോ? സാമൂഹിക മാധ്യമങ്ങൾ വഴി ജനങ്ങളുടെ മസ്തിഷ്കത്തിലേക്ക് കടന്നു കയറാനുള്ള ശ്രമം നടത്തുന്നുണ്ടോ? അവരെ വളരെ പെട്ടെന്ന് അവരുടെ ചിന്തകളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടോ എന്നതാണ് ചോദ്യം. അസത്യപ്രചരണങ്ങളിലൂടെ. അതാണ് ഞാൻ മോഹൻ ഭഗവതിന്റെ വാക്കുകൾ ഉദ്ധരിച്ചത്. മിഥുൻ, ഞാൻ ഇതിൽ റൈറ്റ് വിങ്ങിനെയോ ലെഫ്റ്റ് വിങ്ങിനെയോ അല്ല ആരെങ്കിലും കുറ്റപ്പെടുത്തി സംസാരിക്കില്ല. ഇതിൽ ആരും അത്ര ക്ലീൻ അല്ല. എല്ലാ ഭാഗത്തും നമുക്ക് കാണാം ചില എല്ലാവരും ഈ മുറിയിൽ. താങ്ക് യു മിഥുൻ. ഞാൻ മിഥുനിലേക്ക് തിരിച്ചു വരാം.